അസ്സലാമലൈക്കും. സ്ക്രീൻ വിത്ത് ഹോം ഗ്രീനറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഹൃദയാകൃതിയിലുള്ള ഒരു മനോഹരമായ ഇലകളുള്ള ഹാർട്ട് ലീഫ് ഫിലോഡെൻഡ്രോൺ എങ്ങനെ ഒരു ചെറിയ ചട്ടിയിൽ വളർത്താമെന്നും കട്ടിങ്ങിൽ നിന്ന് വളർത്തിയെടുക്കാമെന്നതാണ്. വീടിനുള്ളിൽ വയ്ക്കാൻ പറ്റിയ ഏറ്റവും മികച്ച ഇൻഡോർ പ്ലാന്റുകൾ ഒന്നാണിത്. നമുക്ക് വീഡിയോയിലേക്ക് നോക്കാം. മനോഹരമായ പച്ച നിറത്തിലുള്ള ഹൃദയാകൃതിയിലുള്ള ഇലകളാണ് ഇതിൻ്റെ പ്രധാന ആകർഷണം. ഇത് വള്ളിച്ചെടിയായി മുകളിലേക്കോ അല്ലെങ്കിൽ താഴേക്ക് തൂക്കിയിട്ടോ, അതായത് ഹാങ്ങിങ് പോട്ട്സിൽ വെച്ച് വളർത്താം. വായുവിലെ ഫോർമൽഹൈഡ്രേറ്റ് പോലുള്ള വിഷാംശങ്ങളെ നീക്കം ചെയ്ത് വായു ശുദ്ധീകരിക്കാൻ ഈ ചെടിക്ക് കഴിവുണ്ട്. ഇതിൻ്റെ ലൈറ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നേരിട്ടുള്ള കഠിനമായ വെയിൽ ആവശ്യമില്ല. മാത്രമല്ല വീടിനുള്ളിൽ ജനലരികിലോ ഭംഗിയായ തണൽ ലഭിക്കുന്ന സ്ഥലത്തോ വയ്ക്കുമ്പോൾ നല്ലതാണ്. അമിതമായ വെയിൽ തട്ടിയാൽ ഇലകൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പിന്നെ നനയ്ക്കുന്നത് എങ്ങനെ പറഞ്ഞാൽ മണ്ണിൻ്റെ മുകൾ ഭാഗം ഉണങ്ങിയ ശേഷം നനച്ചാൽ മതി. ഇനി എൻ്റെ പോട്ടിങ്ങിലേക്ക് പോവാം. പോട്ടിങ് മിക്സ് ആണെങ്കിൽ കൊക്കോ ചിപ്സ് വേരുകൾക്ക് വായു സഞ്ചാരം ലഭിക്കും. അടുത്ത് ചകിരിച്ചോറ് ഈർപ്പം നിലനിർത്തും. പിന്നെ ഗാർഡൻ സോയിൽ എടുക്കുക. വേപ്പിൻ പിണ്ണാക്ക് വേരുകളുടെ ഫംഗസ് ബാധ ഒഴിവാക്കാനും ഇത് സഹായിക്കും. ചിരട്ടക്കരി കഷ്ണങ്ങൾ മണ്ണിലെ വിഷാംശം നീക്കം ചെയ്യാനും വെള്ളം കെട്ടാതിരിക്കാനും ഇത് സഹായിക്കും. ഇതിൽ വന്ന് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാതെ ആ ലോങ് ബ്രാഞ്ച് തന്നെ എടുത്ത് മണ്ണിലേക്ക് താഴ്ത്തി ഒരു ഈർക്കിലോ അല്ലെങ്കിൽ ഒരു ചെറിയ കമ്പി കഷ്ണമോ കൊണ്ട് മണ്ണിലേക്ക് താഴ്ത്തി വെച്ചിട്ട് പിന്നെ ചട്ടിയിലെ ഫസ്റ്റ് ലെയറായിട്ട് സ്റ്റോൺ ഇട്ടിട്ട് വേണം പോട്ടിംഗ് മിക്സ് നിറയ്ക്കാം. എന്നിട്ട് വെള്ളം ഒഴിച്ച് നോക്കുക. വെള്ളം ഡ്രെയിനായി പോകണമെന്ന് നോക്കണം. ഡ്രെയിനേജ് വഴി ചെടി വെള്ളം കെട്ടിത്തുന്നൊന്നും ചെടി ചീത്തയായി പോകും. എന്താ കൂട്ടുകാരെ, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും